താങ്ക് യു. സോ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ആ 10 ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ എന്താണോ മനസ്സിൽ വരുന്നത്, എസ് എങ്കിൽ എസ് എന്നും നോ എങ്കിൽ നോ എന്നും മാത്രം എഴുതുക. അതിനപ്പുറം നിങ്ങൾ ചിന്തിക്കരുത്. 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുക. കേട്ടിട്ട് എസ് അല്ലെങ്കിൽ നോ നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആണെങ്കിൽ 6 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പേടിയും മടിയും കാരണം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. രണ്ടാമതൊരു ആൻസർ ഇല്ല. ഒന്നും കൂടി ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പേടിയും മടിയും കാരണം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ നോട്ടിൽ എഴുതിയാൽ മതി, ചാറ്റിൽ ഇടണമെന്നില്ല. നോട്ടിൽ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എല്ലാവരെയും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിച്ച്, അതായത് മറ്റുള്ളവരെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന് ശ്രമിച്ചുകൊണ്ട് ഒടുവിൽ നിങ്ങളുടെ സ്വന്തം ജീവിതവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സ്വന്തം എന്താണ് സന്തോഷം ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ആണോ നോ ആണോ? സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പഴയ പരാജയങ്ങളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നീ എന്താ ഇത് ചെയ്യാൻ പോകുന്നേ, നിനക്ക് എന്ത് കഴിവാ ഉള്ളത് എന്നിങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പഴയ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ കുറെ ആളുകൾ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ നോട്ടിൽ എഴുതുക. പഴയ പരാജയങ്ങളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ യാതൊരു പുരോഗതിയും ഇല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെയാണോ നിൽക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം 20,000 രൂപയാണെങ്കിൽ 20,000 രൂപയിൽ തന്നെയാണോ നിൽക്കുന്നത്? 30,000 രൂപയാണെങ്കിൽ 30,000 രൂപ, 40,000 ആണെങ്കിൽ 40,000 രൂപ, എത്രയാണോ കിട്ടുന്നത് അതിനപ്പുറം നിങ്ങൾക്ക് ആ ഒരു സ്കെയിൽ കൂട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടോ ഇല്ലയോ? അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നല്ല കഴിവുണ്ടായിട്ടും ഒരു കൃത്യമായ വഴി അറിയാത്തത് കൊണ്ട് ബിസിനസ്സിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് ആവശ്യത്തിലധികം ഒരുപാട് സ്കിൽസുകളുണ്ട്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാം, എന്നാൽ അത് എങ്ങനെ ചെയ്യണം എന്നറിയാതെ നിങ്ങൾ പല കാര്യവും സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളത് മടുത്ത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിൽ എഴുതാം. അതിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എഴുതാം. ആറാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഉള്ള ടെൻഷൻ കാരണം നിങ്ങളുടെ കുടുംബജീവിതം സമാധാനം ഇല്ലാതാകുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പല ടെൻഷൻ കാരണവും നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കുടുംബജീവിതം സമാധാനം ഇല്ലാതാകുന്നുണ്ടോ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, നിങ്ങൾ എപ്പോഴൊക്കെ ആഗ്രഹിച്ചാലും പണം വല്ല വിധേന നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, എന്നാൽ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ? നിങ്ങൾ എപ്പോഴും പറയും എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, എന്റെ കയ്യിൽ പൈസയേ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന് അർഹിച്ച പണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതോ എപ്പോഴും വരുമാനമില്ലാതെ
ഇല്ല 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 എന്ന് പറയുന്ന ആ ഒരു കഷ്ടപ്പാടാണ് ഉള്ളത്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. കടങ്ങളും പണച്ചിലവുകളും ഓർത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ ചെറിയ ആഗ്രഹം പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വേണ്ടെന്ന് വെക്കേണ്ടി വരാറുണ്ടോ? ഇപ്പൊ കുട്ടികളോ പാർട്ട്നേഴ്സോ ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കും. ആ ബാധ്യതകൾ കാരണം നിങ്ങൾ ഒഴിവുകൾ പറയാറുണ്ടോ? ഒഴിവുകഴിവുകൾ പറയാറുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു മനസ്സും സമയവും ഉണ്ടോ? അതോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നാണോ നിങ്ങളുടെ തീരുമാനം? അതെല്ലാത്തിനും ഒരൊറ്റ ആൻസർ എഴുതാം കേട്ടോ. അതായത് നിങ്ങൾ ഇപ്പം പോകുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോയാൽ മതിയോ, അതോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയെ മാറ്റിക്കൊണ്ട് വേറൊരു അവസ്ഥയിലോട്ട് പോകണമോ? സോ ഈ 10 ക്വസ്റ്റ്യനിൽ എത്ര എസ് കിട്ടി എത്ര നോ കിട്ടി എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര എസ് ആണ് കിട്ടിയിരിക്കുന്നത്, എത്ര നോ ആണ് കിട്ടിയിരിക്കുന്നത് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. RS 4 നോ. വെരി ഗുഡ്. 7S 8 നോ. 7S 8 നോ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. സോ ഇതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എസ്സുകളെയൊക്കെ നോ ആക്കണമെന്ന് താല്പര്യമുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന 6S ആണെങ്കിലും 7S ആണെങ്കിലും അതൊക്കെ മാറ്റണമെന്നുണ്ടോ? മാറ്റണമെന്നുണ്ടെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം, ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് മാത്രമേ അത് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു വ്യക്തി വിചാരിച്ചാൽ, ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ ഇതെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ. ആ വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ആ വ്യക്തിയെ കാണാൻ ആഗ്രഹമുണ്ട്? Yes. നിങ്ങളുടെ അടുത്ത് കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കി, അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിലെ സ്ക്രീനിലൊന്ന് നോക്കി. അവിടെ കാണുന്ന വ്യക്തി ആരാണോ, നിങ്ങൾ അവിടെ കാണുന്നത് ആരെയാണ്? നിങ്ങളുടെ കണ്ണാടി, നിങ്ങളുടെ റൂമിലെ കണ്ണാടി, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണാടി ഉണ്ടെങ്കിൽ ആ മിററിൽ പോയി നോക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നോക്കുകയോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി വിചാരിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിന്റെയും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷൻ നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാൻ അതിലൊരു ക്വസ്റ്റ്യൻ എടുത്തു പറഞ്ഞു തരാം. ഇപ്പം മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പേടിയും മടിയും കാരണം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമം നിങ്ങൾക്ക് മാത്രമല്ലേ? അതോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ പാരന്റ്സിനോ എന്തെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിന്റെ ആൻസറിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങളുടെ മനസ്സിലാണ് വലിയ ആഗ്രഹങ്ങളുള്ളത്. എന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അവിടെ എന്താണ് ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എന്താണ് ഒരു പേടിയുണ്ട്, ഒരു മടിയുണ്ട്. ഈ പേടിയും മടിയും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് വിഷമിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കി, ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കി. മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. കാരണം എന്താണ്? ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് മനുഷ്യന്റേതായ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ. ആഗ്രഹമില്ലാത്ത മനുഷ്യരെ നമ്മൾ എന്താണ് പറയുന്നത്? അവന് ജീവിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ അറിയില്ല. ആഗ്രഹിക്കുക, നമ്മൾ കുന്നോളം, അതായത് നമ്മൾ പറയുമല്ലേ, ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുക, ഒരുപാട് ആഗ്രഹിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അതൊക്കെ ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഒരു വലിയൊരു കാര്യം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ, എൻ്റെ ഒരു ജീവിതം കൊണ്ട് എനിക്ക് ഇന്നതാകണം എന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനെ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാം. ഇവിടെ ആരും ആരെയും ജഡ്ജ് ചെയ്യാനില്ല. നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ വിചാരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹം ചാറ്റ് ബോക്സിലോട്ട് വരട്ടെ. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മനസ്സിനകത്ത് പേടിയുണ്ട്, നിങ്ങൾക്ക് മടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പേടിയും മടിയും കൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കാത്തത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ അവിടെ എന്താണ്, പേടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചു വീട്, അതിൽ സന്തോഷമായ ജീവിതം, വെരി ഗുഡ്, ഇടുക. കണ്ടോ? ഇപ്പം ആ, ആരാണത്? ജിഷ അല്ലേ? ഓക്കെ, ജിഷ, വെരി ഗുഡ്. കാരണം എന്താണ്, ജിഷയുടെ വലിയൊരു ആഗ്രഹമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ടൈപ്പ് ചെയ്യാം. നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ പേടിയും മടിയും കാരണം നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ആ പേടിയും മടിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആ പേടിയെയും മടിയെയും നിങ്ങൾ മാറ്റുക. ഒരു വീട്, ഇനി വരട്ടെ, ആൻസേഴ്സ് വരട്ടെ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് പേടിയും മടിയും ഇല്ലാതെ നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഈ 10 ക്വസ്റ്റ്യനും ബ്രേക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. ഒരു വലിയ പ്ലാൻ സെല്ലർ ആകണം, വെരി ഗുഡ്. വരട്ടെ, അടുത്ത വരട്ടെ. നിങ്ങൾക്ക് എന്താണെങ്കിലും ടൈപ്പ് ചെയ്യാം ഇതിനകത്ത്. ഇതിനകത്ത് പേടിയും മടിയും നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. പേടിയും മടിയും നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ ആരെയും പേടിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്നെയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പേടിയും മടിയും കാരണം നിങ്ങൾ ഇവിടെ ആ ഒരു പേടിയും മടിയും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്ത് ആഗ്രഹവും നേടിയെടുക്കാനുള്ള ഒരു സൂത്രവിദ്യ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആൻസേഴ്സ് ഇവിടെ വരണം, എന്നാൽ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. നിങ്ങൾ ആ പേടിയും മടിയും ബ്രേക്ക് ചെയ്യുക. നിങ്ങളുടെ പേടിയും മടിയും ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ പേടി, അല്ലെങ്കിൽ ആ ഒരു മടി, നിങ്ങളുടെ ആ മടിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. നിങ്ങളുടെ പേടിയാണ്, ഉള്ളിലുള്ള പേടിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. വീട്, മോളുണ്ട്, നല്ല നിലയ്ക്ക് ആക്കണം. വീട്, തിരിച്ചെഴുതാൻ ജോലി സക്സസ് വേണം, വെരി ഗുഡ്. സോ ഇതൊക്കെ ആരെ കൊണ്ടാ സാധിക്കുന്നേ? ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ ആരെ കൊണ്ടാ സാധിക്കുന്നേ? നിങ്ങളെ കൊണ്ടാ സാധിക്കുന്നേ. നിങ്ങൾ വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുക, നിങ്ങൾ ഓരോ സ്റ്റെപ്സ് എടുത്ത് വെക്കുക. ഇന്ന് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് എത്ര പേർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്? ബിസിനസ്സിൽ വിജയിക്കണം. ഞാൻ ഇന്ന് കുറെ നാളുകൊണ്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയ ഒരു കാര്യം വളരെയധികം സാറ്റിസ്ഫൈയോടുകൂടി ഞാനത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് എത്ര പേർക്ക് ഞാൻ ഇന്ന് ചെയ്ത കാര്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്? അതായത് നിങ്ങൾക്ക് ചിലപ്പം കേൾക്കുമ്പോൾ, നിങ്ങൾ ചിലപ്പം ആ ഒരു സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കോ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എനിക്ക് ഭ്രാന്താണോ എന്നൊക്കെ ചിലപ്പം വിചാരിക്കുമായിരിക്കും. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വയൽ കണ്ടുപിടിക്കുക, വയലിന്റെ അടുത്ത് പോയി ഇരിക്കുക, കുറച്ചു നേരം വയലിൽ പോയി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്.
ആക്ച്വലി ട്യൂസ്ഡേ എന്ന് പറയുന്ന ദിവസം ഞാൻ പുറത്തോട്ട് അങ്ങനെ വലുതായിട്ട് പോവാറില്ല, എസ്പെഷ്യലി നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് പൊതുവെ പോവാറില്ല. എന്നാൽ ഇന്ന് എനിക്കൊരു 3:15 പുറത്ത് പോകേണ്ടി വന്നു. പുറത്ത് പോകേണ്ടി വന്ന സമയത്ത് അവിടെ പോയ സമയത്ത് അവർ പറഞ്ഞു ഇനി സംഭവം തിരിച്ച് 6 മണിക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഓക്കെ നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തിരിച്ച് ക്ലാസ് എടുക്കണം, ക്ലാസ്സിലൊക്കെ എത്തണം. അവൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് തോന്നുന്നു നമുക്കൊന്ന് പോയിട്ട് റൈഡ് ചെയ്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോഴൊന്നും എന്റെ മനസ്സ് അവിടെയല്ല. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞ് നീ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് എവിടെയാണെന്ന് അറിയാം, ഞാൻ എന്തായാലും ഇന്ന് നിന്നെ അവിടെ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ പറഞ്ഞ അതേ സ്ഥലം പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇപ്പം ഭയങ്കര ചൂടായത് കൊണ്ട് പല വയലുകളും വളരെയധികം കരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇല്ലയോ ഇല്ലയോ, അപ്പോഴൊക്കെ എനിക്ക് അടുത്ത കാണാൻ പറ്റും, അടുത്ത കാണാൻ പറ്റും, അടുത്ത കാണാൻ പറ്റും എന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെന്റിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. ആക്ച്വലി അവസാനം ഞാൻ ഉദ്ദേശിച്ച സെയിം എക്സാക്ട് പ്ലേസ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആഗ്രഹിച്ചത് അവിടെ ഒരു കുളം ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് ഈ കുളത്തിൽ കുട്ടികൾ കുളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് കുട്ടികൾ കുളിക്കുന്നതും ബോൾ എറിയുന്നതും ഒക്കെ ഞാനത് കാണണമെന്ന് വളരെയധികം ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ഞാൻ അതൊക്കെ കണ്ടു. കാരണം വെച്ചാൽ അവിടെ നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നേച്ചറായിട്ട് കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അങ്ങനെ അവിടെ പോയി നിന്നു, കുറേ നേരം അവിടെ തന്നെ നിന്നു. കാരണം വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ചെറിയ ആഗ്രഹമാണെങ്കിൽ പോലും അത് ഞാൻ വളരെയധികം, അതായത് ഇപ്പം ഞാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തല്ല അത്, പക്ഷെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുപോയി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത്രയും എനിക്ക് ആ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തന്നു. കാരണം വെച്ചാൽ അത് എപ്പോഴും പറയാറുണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും എപ്പോഴാ എപ്പോഴാ എപ്പോഴാ. ആക്ച്വലി പല റോഡുകളും പല വഴികളും പല സ്ഥലങ്ങളിലും കൂടി പോയി പല സ്ഥലങ്ങൾ, അതായത് ഞാൻ ഇന്നുവരെ കാണാത്ത പല സ്ഥലങ്ങളും എനിക്ക് കാണാനായിട്ട് പറ്റി. കാരണം എന്താണ്, എന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. ആ മനസ്സിലെ ആഗ്രഹം ഓരോ ദിവസവും ഞാൻ വർണ്ണിക്കുകയാണ്, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇങ്ങനെ പോണം പോണം പോണം. അത് എസ്പെഷ്യലി എനിക്ക് ഈ ഒരു എന്റെ ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു മെയ് എൻഡ് ആവുന്നതിന് മുമ്പ് എനിക്ക് അവിടെ സ്ഥലത്ത് പോകണം, എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, നടത്താനായിട്ട് പറ്റി. അപ്പം എന്റെ മനസ്സിൽ ആ വലിയ ആഗ്രഹം ഞാൻ പറയണോ അയ്യോ എനിക്ക് വയ്യ, ഞാൻ പക്ഷെ ആക്ച്വലി ഇന്ന് വയ്യ, മടി മടി കാണിച്ചു. എന്നിട്ട് പോലും അവിടെ എന്താണ് ചെയ്തത്, ആ മടിയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ പോയി സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്തു. തിരിച്ചു വന്നു. 6 മണിയായപ്പോ ഞാൻ 6:15 വീട്ടിലെത്തി. അതിനുശേഷം വീട്ടിലെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം 7 മണിക്ക് എനിക്കൊരു സെഷൻ, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 7:50 ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. 8 മണിക്ക് നിങ്ങളുടെ ക്ലാസ് ഞാൻ കയറി. ഞാൻ എന്തെങ്കിലും അവിടെ ഒരു മടി വിചാരിച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെ കൊണ്ട്. യെസ് ഓർ നോ? ഞാൻ ഇവിടെ മടിയും പേടിയും വിചാരിച്ചിരുന്നെങ്കിൽ ഇല്ല. അപ്പം നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തില്ല. നിങ്ങളുടെ മനസ്സിനകത്ത്, അപ്പം നിങ്ങളുടെ മനസ്സിലെ ഈ നിങ്ങൾ ഇവിടെ എഴുതിയിട്ട ആഗ്രഹങ്ങൾ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അത് നിറവേറ്റാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ അത് നിറവേറ്റാനായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളെ തേടി അവസരങ്ങൾ വരാറുണ്ട്. നിങ്ങളെ തേടി ദിവസവും അവസരങ്ങൾ വരാറുണ്ട്. എന്നാൽ ആ അവസരങ്ങളെ നിങ്ങൾ തട്ടി നീക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ അവസരങ്ങളെ തട്ടി നീക്കുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. എത്ര പേർക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്? നിങ്ങളുടെ അവസരങ്ങളെ തട്ടി നീക്കുന്നത് എത്ര പേർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്? എങ്കിൽ 6 ടൈപ്പ് ചെയ്യാം. നിങ്ങൾ അവസരങ്ങളെ തട്ടി നീക്കുന്നത് കുറെ ആവശ്യമില്ലാത്ത എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ഫസ്റ്റ് പറയുന്നത് എനിക്ക് സമയമില്ല, രണ്ടാമത് പറയുന്നത് എനിക്കത് ചെയ്യാനുള്ള ഇപ്പോഴ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇപ്പം ചെയ്യാനുള്ള ആ, എന്താണ് ആ ഒരു സിറ്റുവേഷൻ അല്ല. മൂന്നാമതായിട്ട് പറയുന്നത് എനിക്ക് അതിലോട്ട് പോകാനുള്ള പണമില്ല. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്.
ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് വാങ്ങാനായിട്ട് പൈസ മുടക്കുകയും അതിന് നല്ല സാഹചര്യങ്ങളെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ? നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയാ, ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ നമ്മൾ അത് കാണാനായിട്ടുള്ള കണ്ണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് മനസ്സിലാണ്. എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് മനസ്സിലാണ്. ഒരാൾക്ക് മനസ്സ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവര് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് പേടി വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു സെല്ലർ ആവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കണമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണമോ, ഒക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. അതിനു വേണ്ടി ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇപ്പം ബ്രേക്ക് ആയിട്ടുണ്ട്. എത്ര പേർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രേക്ക് ആയി? നിങ്ങളുടെ മനസ്സിലെ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അത് നേടിയെടുക്കാനായിട്ട് പേടിയും മടിയും മാത്രം എടുത്ത് കളയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ സ്റ്റെപ്പായിട്ട് വെക്കുക. ആഗ്രഹിച്ചാൽ ക്യാഷ് വേണ്ടേ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. നെഗറ്റീവായിട്ട്, അതായത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഈ ആഗ്രഹങ്ങളിലിടയിൽ നിങ്ങൾക്ക് പൈസ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് തോട്ട് അവിടെ വരികയാണ്. പൈസ എന്ന് പറയുന്ന നെഗറ്റീവ് തോട്ട് വരികയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ചുറ്റുപാടും ഒന്ന് നോക്കുക. ഇതെല്ലാം പൈസയുടെ പുറത്ത് കിട്ടിയതല്ലേ? ഇതെല്ലാം പൈസയല്ലേ? ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു. നിങ്ങള് നിങ്ങള് എന്താണ്, നിങ്ങളുടെ വീട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചെലവ്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണ്, നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ, നിങ്ങളുടെ കറണ്ട് ബില്ല് ഒക്കെ നോക്കിയ പൈസയല്ലേ? ഇതൊക്കെ നിങ്ങൾ പൈസ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അത് നിങ്ങൾ പോലും ചെലവാക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളിലോട്ട് എത്തിയതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പേർക്ക് അത് മനസ്സിലായി? ആ കോൺസെപ്റ്റ് മനസ്സിലായി? അതായത് ആഗ്രഹിച്ചാൽ ക്യാഷ് വേണ്ടേ എന്നാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ ആക്ച്വലി ഇന്നിപ്പം ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ 90 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു. 90 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് പെട്രോൾ അടിക്കുന്ന ആ പയ്യന്റെ കയ്യിൽ ആ ഒരു പെട്രോൾ ഇത് ഉണ്ടായിട്ടും അവൻ അടുത്തിരുന്ന ഒരു രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരിലോട്ടാണ് അവരുടെ ശ്രദ്ധ മൊത്തം പോയത്. അങ്ങനെ അവൻ ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചു തന്നത് 90 രൂപയ്ക്ക് പകരം 300 രൂപയാണ് അടച്ചു തന്നത്. 300 രൂപയാണ് അടച്ചു തന്നത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയിൽ ശ്രദ്ധിക്കുക. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് കസ്റ്റമർ പറയുന്ന കാര്യം എന്താണോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു അഡ്വൈസ് മാത്രമേ കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു, എനിക്ക് ഞാൻ 90 രൂപയെ തരത്തുള്ളൂ, അല്ല 300 രൂപ തരേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയാമായിരുന്നു. കാരണം വെച്ചാൽ അവന്റെ തെറ്റ് എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അവൻ വീണ്ടും ചോദിച്ചു 90 അല്ലേ ചോദിച്ചപ്പോ ഞങ്ങൾ വീണ്ടും 90 എന്ന് പറഞ്ഞു. അവൻ വീണ്ടും കേട്ടത് 300 എന്നാണ് കേട്ടത്. അപ്പം മിസ്റ്റേക്സ് ആരുടെ ഭാഗത്താണെങ്കിൽ പോലും അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക. അപ്പം ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു മീഡിയമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ല എന്ന് പറയണം. ഞങ്ങൾ ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ല, ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരു മനസ്സിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, ആ ഒരു ബ്ലെസ്സിങ്സിനെ പറ്റി ഒന്ന് നോക്കുക. നിങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നന്നായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ലേ?
നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് രാവിലെ എണീറ്റ് ഓടാൻ പോകാൻ പറ്റുന്നില്ലേ? നടക്കാൻ പോകാൻ പറ്റുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമുക്ക് ഇതെല്ലാത്തിനും ഒരു മനസ്സ് വേണം. ഫസ്റ്റ് നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇതാണ് അതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ആ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അതിന് നിങ്ങൾ മനസ്സിനെ അലൈൻ ചെയ്തെടുക്കുക. ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് അലൈൻ ചെയ്യുക. മനസ്സിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസുകളുണ്ട്. ഒരുപാട് ടൂൾസുകളുണ്ട്. ദിവസവും നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുക. ആദ്യം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ കയ്യിലോട്ട് പിടിച്ചു നിർത്തുക. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല മനസ്സ് കൊടുക്കാനുള്ളത്. നിങ്ങൾ എന്താണോ ആ ഒരു മനസ്സിനകത്ത് കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെയൊക്കെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാറ്റുക. നിങ്ങളുടെ പേടിയും ഫിയറും അതുപോലെ തന്നെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ അലസത നിങ്ങൾ മാറ്റുക. ഇത് രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹവും പൈസ ഇല്ലെങ്കിൽ പോലും നിറവേറാനായിട്ട് പറ്റും. പൈസ ഇല്ലെങ്കിൽ പോലും നിറവേറാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മള് എന്താണ് എല്ലാം പൈസ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പൈസ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ മനുഷ്യൻ എന്താണ് അതൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് പ്രവൃത്തി കൂടുതലാണ്. ഒരാൾ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുവാണ്? നമ്മുടെ ആവശ്യം കഴിഞ്ഞു. പിന്നെ നമുക്കത് അവർ ഓർത്തിരുന്നാൽ എന്ത്, ഓർക്കാതിരുന്നാൽ എന്ത്? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ മനസ്സുകളെ ക്ലിയർ ആക്കുക. എത്ര പേർക്ക് നിങ്ങളുടെ മനസ്സുകളെ ഇന്നു മുതൽ എനിക്കത് എന്റെ മനസ്സിനെ എന്റെ കയ്യിലോട്ട് അല്ലെങ്കിൽ എന്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്? അത് ഞാൻ പറയുന്നതല്ല എന്റെ മനസ്സ് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നതാണോ മനസ്സ് കേൾക്കുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. എനിക്കിപ്പോ മടിയുണ്ടോ? പേടിയുണ്ടോ? പേടിയും മടിയും ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല. ഓക്കെ.